ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അനാലിറ്റിക്കൽ ടെക്നിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി നമ്മൾ ഫുഡ് അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അനാലിസിസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഫുഡിനകത്ത് എത്രത്തോളം മൈക്രോബിയൽ കണ്ടൻറ്റ് ഉണ്ട് അത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഒരു പർട്ടിക്കുലർ ഫുഡ് എടുത്തിട്ട് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ റോ ഇൻഗ്രീഡിയൻസിനെ നോക്കും, പിന്നെ അതിൻ്റെ ക്വാളിറ്റി നോക്കും, ഫുഡിൻ്റെ ക്വാളിറ്റി നോക്കും, അതിൻ്റെ പ്രോസസ്സിനകത്ത് നോക്കും. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആവുന്ന വരെ നമ്മൾ ഈ ഓരോ സാധനങ്ങളും ടെസ്റ്റ് ചെയ്യാറുണ്ട്, അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഫുഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഫുഡിൻ്റെ റിസർച്ചിൻ്റെ കേസിലും അതുപോലെ തന്നെ ഫുഡ് ഇൻഗ്രീഡിയൻസിൻ്റെ റിസർച്ചിൻ്റെ കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഡേ ബൈ ഡേ നമ്മുടെ ഫുഡിനുള്ള ഡിമാൻഡ് വളരെ കൂടുതലാണ് അല്ലേ. പലതരത്തിലുള്ള ഫുഡുണ്ട്. ഇപ്പോൾ നമുക്ക് റെഡി ടു കുക്കായിട്ടുള്ള പലതരം ഫുഡുണ്ട് അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ എന്നിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ആണ് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നുള്ളത്. അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഫുഡാണോ, അല്ല നല്ല ഹൈജീനും കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റിയുള്ള ഫുഡാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും അത് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫുഡ് അനാലിസിസിലൂടെ നമ്മളെ ഫുഡ് സേഫ് ആണെന്നും നല്ല ഹൈ ക്വാളിറ്റി ഫുഡാണെന്നും അതുപോലെ തന്നെ പലരും ഇപ്പോൾ നോക്കുന്നുണ്ട് അത് ന്യൂട്രീഷ്യസ് ആണോ, അതായത് അതിൻ്റെ കോമ്പോസിഷൻ എടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഒരാൾ ഓരോരോ ഫുഡ് എടുക്കാറുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഫുഡിനെ കുറിച്ച് യൂസ് ചെയ്ത് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പുതിയ എന്തെങ്കിലും ന്യൂ പ്രൊഡക്ട്സ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ആ സമയത്തും ഈ ഫുഡ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ട്, അതിനെ നമ്മൾ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാണ്, ആ സമയത്തും ഈ ഫുഡ് അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഫുഡ് അനാലിസിസ് എന്ന് പറയുന്നത് കെമിക്കൽ മാത്രമല്ല, കെമിക്കലി നമുക്ക് നോക്കാം, ഫിസിക്കലി നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷർമെൻ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസേസ് ആവാം. സാധാരണ ഈ ഫുഡ് അനാലിസിസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ച ക്രൊമാറ്റോഗ്രഫി പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ചെയ്യാം. ക്രൊമാറ്റോഗ്രഫീനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, വിറ്റാമിൻസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ മാസ് സ്പെക്ട്രോമെട്രി അത് നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആ ഫുഡിൻ്റെ അനാലിസിസ് ഇതിനകത്ത് ചെയ്യാറുണ്ട്. പിന്നെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, അത് ഫുഡിൻ്റെ ക്വാളിറ്റി അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും. NMR സ്പെക്ട്രോസ്കോപ്പി, അതും ഫുഡ് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. NMRൻ്റെ ഫുൾ ഫോമാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി, അതും ഒരു ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിയാണ്. അത് നമ്മൾ എന്തിനു യൂസ് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പലതരം മെത്തേഡ് നമ്മൾ പഠിച്ച അനാലിറ്റിക്കൽ ടെക്നിക്സ് ഉണ്ടല്ലോ, അതിനെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫുഡ് അനാലിസിസ് ചെയ്യുന്നത്. അതിൻ്റെ കെമിക്കൽ നോക്കിയും നമ്മൾ അതിനകത്ത് എന്തൊക്കെ പ്രസൻ്റ് ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് നോക്കും. അപ്പോൾ ഇതിൻ്റെ അനാലിസിസിൻ്റെ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ, ഒന്ന് സാമ്പിൾ കളക്ഷൻ. നമ്മൾ ഏത് ഫുഡാണോ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നുള്ളത് അത് നമ്മൾ കളക്ട് ചെയ്യണം അല്ലേ. എക്സ്ട്രാക്റ്റിംഗ് ദ സാമ്പിൾ, അത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം, എന്നിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും സാമ്പിൾ കളക്ഷൻ ആയിരിക്കും. എന്നിട്ട് ഈ സാമ്പിളിൻ്റെ പ്രീ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഫുഡ് അനാലിസിസിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് അതിന് വേണ്ടി ചെയ്യാനുണ്ടാവും. അതായത് ആ സാമ്പിളിനൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാനുണ്ട്, അതാണ് സാമ്പിൾ പ്രീ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുക. ഇത് തന്നെ ക്രിട്ടിക്കൽ സ്റ്റെപ്പാണ് നമ്മുടെ പ്രോസസ്സിനകത്ത്, ഫുഡ് അനാലിസിസിനകത്ത് ഒരു ക്രിട്ടിക്കൽ സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ അനലൈസിസ് ചെയ്യുക. അതായത് ചിലപ്പോൾ മൈക്രോബിയൽ കണ്ടൻറ്റ് ഏതാണോ നമുക്ക് വേണ്ട അനാലിസിസ് അതുപോലെ തന്നെ അനാലിസിസ് ആൻഡ് ഡിറ്റക്ഷൻ. എന്നിട്ട് നമ്മൾ ആ സാമ്പിളിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യും. അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് പ്രോസസ്സ് ചെയ്യുക, റിസൾട്ട് പ്രോസസ്സ് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് ഏതിനകത്ത് വരുന്നില്ല, നമ്മുടെ അനാലിസിസിനകത്ത് വരുന്നില്ല സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സാമ്പിൾ കളക്ഷൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുക, എന്നിട്ട് അതിന് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ
പലതരത്തിലുള്ളതുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിനകത്താണെങ്കിൽ മോയ്സ്ചർ, ആഷ് കണ്ടൻറ്റ് അങ്ങനെ പലതരം പറഞ്ഞിട്ടുണ്ട്. നമ്മളതിനകത്ത് ആദ്യം നോക്കുന്നത് മോയ്സ്ചർ കണ്ടൻറ്റാണ്. ഏതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്? മോയ്സ്ചർ കണ്ടൻറ്റാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു ഫുഡ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും അല്ലേ. ഒരുപാട് ഏത് ഫുഡ് പ്രൊഡക്റ്റ് എടുത്താലും അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഇല്ലാണ്ടിരിക്കാറില്ല. ഇപ്പോൾ നമ്മൾ ഷുഗർ അല്ലെങ്കിൽ സാൾട്ട് ഇതേതെങ്കിലും എടുത്താൽ നമുക്ക് അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവാറില്ല. അല്ലാതെ നമ്മുടെ മെയിനായിട്ട് വരുന്ന നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഏത് കാര്യം എടുത്താലും അതിനകത്ത് എന്താണ് ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. പക്ഷേ ഈ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ നമുക്കൊരിക്കലും ഈ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ കിട്ടാറില്ല. കാരണം എന്ന് പറയുമ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരാളാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ എൻവയോൺമെൻറ്റിലൊക്കെ നിറയെ ഉള്ള ഒരാളാണ് ഇതെന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ മോയ്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഫുഡിലേക്ക് ആ മോയ്സ്ചർ കണ്ടൻറ്റ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരാനും സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ടൊരു വാല്യൂ കിട്ടുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. മോയ്സ്ചർ എക്സ്ചേഞ്ച് നമ്മുടെ ഫുഡും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റും തമ്മിൽ എപ്പോഴും എന്താണ് മോയ്സ്ചർ എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ അവോയ്ഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന മോയ്സ്ചർ അനാലിസിസ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ചില സമയത്ത് നമുക്കറിയാം നമ്മൾ ഡ്രൈ ഫുഡ്സ് ഉണ്ടല്ലോ, ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമുക്ക് മിൽക്ക് പൗഡർ, മിൽക്കിനെ ഡ്രൈ ചെയ്തെടുക്കുന്നതാണ് അല്ലേ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിൽ ഡ്രൈഡ് ഐറ്റംസ് ഉണ്ട്. ആ ഡ്രൈഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഫുഡിനകത്തുള്ള മോയ്സ്ചറിനൊക്കെ റിമൂവ് ചെയ്തു അല്ലെ, മോയ്സ്ചറിനൊക്കെ റിമൂവ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. അതിനെ നമ്മൾ എന്ത് പറയും? ടോട്ടൽ സോളിഡ്സ് എന്ന് പറയും. എന്ത് പറയും? ടോട്ടൽ സോളിഡ്സ് എന്ന് പറയും. സോ ദ ഡ്രൈ മാറ്റർ ദറ്റ് റിമെയിൻസ് ആഫ്റ്റർ മോയ്സ്ചർ റിമൂവൽ, മോയ്സ്ചർ റിമൂവലിന് ശേഷം ഉണ്ടാകുന്നില്ല ആ ഡ്രൈ മാറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ടോട്ടൽ സോളിഡ്സ് എന്ന് പറയാം. ഓക്കെ, എന്താണെന്ന് പറയാം? ടോട്ടൽ സോളിഡ്സ് എന്ന് പറയാം. പിന്നെ ഈ വാട്ടറിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴൊക്കെ നമ്മൾ ഒരിക്കലും നനഞ്ഞ പാത്രത്തിൽ വെക്കൂലല്ലോ, സ്റ്റോർ ചെയ്യൂലല്ലോ. അതെപ്പോഴും നമ്മൾ അടച്ച് എന്താണ് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. കാരണം ഇവിടെ സ്പോയിലേജ് നടക്കാനുള്ള പല സാധ്യതകളും ഉണ്ട് നമ്മളത് ഡ്രൈ അല്ലെങ്കിൽ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളെ ഫുഡ് പ്രൊഡക്ട്സിനകത്ത് സ്പോയിലേജ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വളരെയധികം എന്താണ് എക്കണോമിക്കൽ ലോസ് ആണ് ഉണ്ടാകുന്നത് അല്ലേ ആ പ്രൊഡ്യൂസറിന്. അതുകൊണ്ട് തന്നെ എന്താണ് എപ്പോഴും ഈ വാട്ടർ കണ്ടൻറ്റ് എത്രയാണോ അതിന് പർട്ടിക്കുലറായിട്ടുള്ള എമൗണ്ട് മാത്രമേ അതിനകത്ത് എപ്പോഴും ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് എല്ലാ ഫുഡ് ഐറ്റത്തിനകത്തും 10% വാട്ടർ കണ്ടൻറ്റ് മാത്രമേ പാടുള്ളൂ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇത് പലതരത്തിലുള്ള ഫുഡിന് പല പെർസെൻറ്റേജ് ആയിരിക്കും വരിക. അപ്പോൾ ഈ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എല്ലാ ഫുഡ്സിനും ഒരുപോലെ ആയിരിക്കില്ല. ഓക്കെ, എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ നമ്മളത് ഓരോ ഫുഡ് പ്രൊഡക്ട്സിനനുസരിച്ചിട്ടാണ് ആ മോയ്സ്ചർ കണ്ടൻറ്റ് അവിടെ നിലനിർത്തുന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഈ മോയ്സ്ചർ കണ്ടൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൊരു കാര്യമാണ് വാട്ടർ ആക്ടിവിറ്റി. നമ്മുടെ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് വാട്ടർ ആക്ടിവിറ്റി കൂടി അതിൻ്റെ ഉള്ളിൽ പെടുന്നുണ്ട്. അപ്പോൾ വാട്ടർ ആക്ടിവിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോയ്സ്ചർ കണ്ടൻറ്റും വാട്ടർ ആക്ടിവിറ്റിയും വെച്ചിട്ടാണ് ആ ഫുഡിനകത്തുള്ള മൈക്രോബിയൽ ഗ്രോത്ത് എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്രത്തോളം മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ട് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും? എൻസൈമാറ്റിക് റിയാക്ഷൻസ്, ആ ഫുഡിനകത്ത് നടക്കുന്ന എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മോയ്സ്ചർ കണ്ടൻറ്റ് കുറയ്ക്കുകയും കൂട്ടുകയും വഴി നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ മൈക്രോബിയൽ ഗ്രോത്താണ് നമുക്കിതുവഴി നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറയുകയാണെങ്കിൽ അതായത് ഇപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു പറയുകയാണെങ്കിൽ നമുക്ക് പ്രിസർവേഷൻ അല്ലേ. പ്രിസർവേഷൻ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഡ്രൈഡ് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫിഷ് തന്നെ എടുത്ത് നോക്കിയാൽ മതി. ഫിഷ് ആയിട്ടുള്ള ഒരു ഫുഡ് നമുക്ക് എങ്ങനെ വന്നാലും ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റില്ല അല്ലെ. റെഫ്രിജറേറ്റ് ചെയ്തൊക്കെ വെക്കണം, എങ്കിൽ മാത്രമേ അത് നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും ഫ്ലേവറിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഈ സാധനത്തിന് നമ്മൾ വാട്ടറൊക്കെ റിമൂവ് ചെയ്തിട്ട് ഡ്രൈഡ് ഫിഷ് കിട്ടാറില്ലേ, ഡ്രൈഡ് ഫിഷ് കിട്ടാറുണ്ട്, ഡ്രൈഡ് ഫ്രൂട്ട്സ് കിട്ടാറുണ്ട്. ഇതൊക്കെ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഒരുപാട് കാലം അതിനെ പ്രിസേർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് എന്താ പറഞ്ഞാൽ പ്രിസർവേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിസർവേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലായാലും നമുക്കത് ഒരുപാട് ഐറ്റം എക്സാമ്പിൾ മനസ്സിലായാലും ഫിഷ്, അതുപോലെ തന്നെ ഡ്രൈഡ് ഫ്രൂട്ട്സ്. പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡ്രൈ ചെയ്തിട്ട് മാത്രമേ ആ കണ്ടെയ്നർ യൂസ് ചെയ്യാറുള്ളൂ അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രിസർവേഷന് വേണ്ടിയിട്ടാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും നമ്മൾ ചിപ്സ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കാറുള്ള ചിപ്സൊക്കെ നമ്മൾ ഇതുപോലുള്ള ഡ്രൈഡ് കണ്ടെയ്നേഴ്സിലാണ് എപ്പോഴും സൂക്ഷിച്ച് വെക്കാറുള്ളത്. അതൊന്ന്.
പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ഈ വാട്ടറിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ കേസിൽ പറയുമ്പോൾ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയാം. അതായത് ചില ഫുഡിനകത്ത് ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ജാമൊക്കെ പോലുള്ള ആ ഒരു ഫുഡ് അല്ലെങ്കിൽ ജെല്ലി എന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫുഡ്സിലൊക്കെ നമുക്കറിയാം അതിൻ്റെ ഒരു പർട്ടിക്കുലർ കൺസിസ്റ്റൻസി നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ചില ഷുഗർ സിറപ്പൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ആ സിറപ്പിനകത്തൊക്കെ വാട്ടർ കണ്ടൻറ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നമാണ്, അതിൻ്റെ ക്വാളിറ്റീനെ അത് ബാധിക്കും. അപ്പോൾ അത് എപ്പോഴും ആ കൺസിസ്റ്റൻസിയിൽ നിൽക്കണമെങ്കിൽ ആ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എന്താണ് മോയ്സ്ചർ കണ്ടൻറ്റ് മാത്രമേ അതിനകത്ത് പാടുള്ളൂ. അതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീനെ അത് വളരെയധികം ബാധിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പാക്കേജിങ്, അതുപോലെ തന്നെ ഷിപ്പിങ്, പാക്കേജിങ്ങും അതുപോലെ തന്നെ ഷിപ്പിങ്ങും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ ഉച്ചക്കൊക്കെ ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുപോകുന്നവർക്കറിയാം, അതിനകത്ത് നമുക്ക് ലിക്വിഡായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ സാമ്പാർ പോലെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ, അതായത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്കേജിങ് എന്താണ് ഡിഫിക്കൽട്ടാണ് അല്ലേ. നമ്മൾ കറിയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാറില്ലേ. ഇനി അതല്ല നമ്മൾ ചോറ് മാത്രം എടുക്കുന്നത് സോളിഡൊക്കെ ആണെങ്കിൽ, അതായത് വാട്ടർ കണ്ടൻറ്റ് കുറവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത്ര വലിയ ഡിഫിക്കൽട്ടി നമുക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ എന്താണ് പാക്കേജിൻ്റെ കേസിലും അതായത് ഷിപ്പിങ് ട്രാൻസ്പോർട്ടിൻ്റെ കേസിലും നമ്മളിപ്പോൾ ലിക്വിഡായിട്ടുള്ള വാട്ടർ കണ്ടൻറ്റുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് ലീക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അല്ലെ, ഷിപ്പ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ എപ്പോഴും എന്താണ് നമ്മൾ മിൽക്ക് അതുപോലുള്ള നമ്മൾ ബോട്ടിൽ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾക്കൊക്കെ ലീക്ക് വരും. അതുപോലെ തന്നെ ഇതുപോലുള്ള ഷിപ്പിങ്ങിനും പാക്കേജിങ്ങിനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മോയ്സ്ചർ കണ്ടൻറ്റ് എന്താണ് കുറക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് യൂസ്ഫുള്ളാണ്. അതാണ് പിന്നൊന്ന് പറയാനുള്ളത് നമ്മുടെ കോമ്പോസിഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ലേ. അതായത് നമ്മുടെ ഇപ്പോൾ ബട്ടർ, ഏതെങ്കിലും ഒരു ടൈപ്പ് ബട്ടർ എടുക്കുകയാണ്, ആ ബട്ടറിനകത്ത് ഇത്ര പെർസെൻറ്റേജ് മാത്രമേ വാട്ടർ കണ്ടൻറ്റ് പാടുള്ളൂ, അങ്ങനെയുള്ള ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ അത് മീറ്റ് ചെയ്യണം. പിന്നെ പലതരത്തിലുള്ള ചീസില്ലേ, നമ്മുടെ ചേദാർ ചീസ് എന്നൊക്കെ പറയില്ലേ, ആ ചീസിനകത്തൊക്കെ 39% വാട്ടർ മാത്രമേ പാടുള്ളൂ. ഓക്കെ, 39% വാട്ടർ വേണം ഓക്കെ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യത്തിലും നമുക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മോയ്സ്ചർ കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ പ്രിസർവേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഡ്രൈഡ് കണ്ടെയ്നേഴ്സിലൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഡ്രൈ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഫുഡ് ഐറ്റംസിനെ പ്രിസർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെയാണ് ക്വാളിറ്റി ഫാക്ടർ. അതിനകത്ത് എന്താ പറഞ്ഞാൽ ജാം, ജെല്ലി അതുപോലെ തന്നെ സിറപ്പിനൊക്കെ ഒരു പർട്ടിക്കുലർ കൺസിസ്റ്റൻസി ഉണ്ട്, അതിൽ കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് വരാൻ പാടില്ല. അപ്പോൾ അതിന് ഫിക്സ്ഡ് വാട്ടർ കണ്ടൻറ്റ് അത്ര വരണം. പിന്നെ പാക്കേജിങ്ങിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, പാക്കേജിങ്ങും ഷിപ്പിങ്ങും ലിക്വിഡ്സ് കണ്ടൻറ്റ് ആകുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടാണ്. അതിനർത്ഥം എന്താണ്, വാട്ടർ കണ്ടൻറ്റ് കുറച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനെ ഷിപ്പ് ചെയ്യാനും പാക്ക് ചെയ്യാനും സാധിക്കും. പിന്നെ ബട്ടർ അതുപോലെ തന്നെ ചേദാർ ചീസിൻ്റെ കേസ് പറഞ്ഞു 39% വാട്ടർ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. വാട്ടറിൻ്റെ സ്ട്രക്ചറൊക്കെ അറിയാം. നമ്മൾ H2O എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് നമ്മുടെ വാട്ടർ മോളിക്യൂളിനകത്ത് ഉള്ളത്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജനും ഓക്സിജനും അതുപോലെ തന്നെ ഹൈഡ്രജനും ഇവ രണ്ടും ബൈൻഡ് ചെയ്തിരിക്കുന്നത് കോവാലൻ്റ് ബോണ്ട് വെച്ചിട്ടാണ്. കോവാലൻ്റ് ബോണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഓക്സിജന് ചെറുതായിട്ടൊരു നെഗറ്റീവ് ചാർജും ഇവിടെ ഹൈഡ്രജന് ചെറുതായിട്ടൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതുതന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് പോളാർ ഇൻ നേച്ചർ അല്ലേ. എന്തുകൊണ്ടാണ്, ഇവിടെ ഓക്സിജന് നെഗറ്റീവ് ചാർജും അതുപോലെ തന്നെ ഹൈഡ്രജന് പോസിറ്റീവ് ചാർജും ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്കതിന് എന്ത് പറയാം, പോളാർ കോമ്പൗണ്ട് ആണെന്ന് പറയാം. പിന്നെ നമ്മുടെ വാട്ടർ നമുക്കറിയാം സോളിഡിലും ലിക്വിഡിലും ഗ്യാഷ്യസ് ഫൈമിലും നിൽക്കുന്നുണ്ട്. അപ്പം 3 സ്റ്റേറ്റ്സിലും എന്താണ് നമ്മുടെ ഈ വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു ഫുഡ് പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിലും അതിനകത്ത് സോളിഡ് ഫോമിലുള്ള വാട്ടറിനെ നോക്കണം, ലിക്വിഡ് ഫോമിലുള്ളതിനെ നോക്കണം, ഗ്യാഷ്യസ് ഫോമിലുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ വാട്ടർ മോളിക്യൂൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡിനകത്ത് വാട്ടർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ വാട്ടർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇൻട്രാക്ഷൻ വഴിയായിരിക്കും ഈ ഫുഡ് മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുക. ചില സമയത്ത് അത് ഹൈഡ്രജൻ ബോണ്ട് വഴിയായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ വഴിയായിരിക്കാം, അല്ലെങ്കിൽ അയോണിക് ബോണ്ട് വഴിയായിരിക്കാം, അല്ലെങ്കിൽ വാണ്ടർ വാൾസ് ഫോഴ്സ് വഴിയായിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പലതരം ബോണ്ടിങ്ങിലൂടെയാണ് വാട്ടർ മോളിക്യൂൾ ഒരു ഫുഡിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്കതിനെ ഡ്രൈ ചെയ്യണം അല്ലെ, നമ്മൾ ഡ്രൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ കൺസിസ്റ്റൻസിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ നമുക്ക് 10% പാടുള്ളൂ എന്ന് നമ്മൾ പറയാറില്ലേ, ചില ഫുഡ്സിനകത്തൊക്കെ 10% പാടുള്ളൂ. അപ്പോൾ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ വാട്ടറിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം, ഡ്രൈ ചെയ്യണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഫിഷിൽ നിന്ന് നമ്മൾ ഡ്രൈ ഫിഷ് ആക്കുന്നില്ലേ, അപ്പോൾ ആ സമയത്തൊക്കെ എന്താണ്, ആ ഫിഷിൽ നിന്ന് നമ്മൾ വാട്ടറിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വാട്ടർ റിമൂവ് ചെയ്യുന്ന അത്ര ഈസിയുള്ള ടാസ്ക് ഒന്നുമല്ല. കാരണം ഈ ഹൈഡ്രജൻ ബോണ്ടും ഡൈപോളും അയോണിക് വാണ്ടർ അങ്ങനെ പലതരത്തിലുള്ള ബോണ്ടിങ്ങാണ് വാട്ടറിന് ഉള്ളിലുള്ളത്. അപ്പോൾ അതിനൊക്കെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നതും വളരെയധികം
ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ചില ഫുഡ് പാർട്ടിക്കിൾസ്, ഇപ്പോൾ നമ്മൾ ജെല്ല് പോലുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ജെല്ലീസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ മോളിക്യൂളിനെ എൻട്രാപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. എന്താണ്? എൻട്രാപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാവുക ജെൽ സ്ട്രക്ചേഴ്സിനകത്തൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ ഫ്രൈഡ് പ്രൊഡക്ട്സിനകത്തൊക്കെ എന്താണ് വാട്ടർ എന്ന് പറയുന്നത് എൻട്രാപ്പ് ചെയ്തിട്ടുണ്ടാവുക. സാധാരണ നമ്മളിപ്പോൾ വേറൊരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സർഫസിലുള്ള വാട്ടർ നമുക്ക് റിമൂവ് ചെയ്യാൻ ഈസിയാണ്. പക്ഷെ ഇങ്ങനെ എൻട്രാപ്പ് ചെയ്തിരിക്കുന്ന ജെല്ലിനകത്തൊക്കെ പോയിരിക്കുന്ന എന്താണ് വാട്ടറിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇമ്പോസിബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് എല്ലാ ഫുഡിലും ഒരുപോലെയല്ല. ഓരോ ഫുഡിലും ഓരോ ടൈപ്പിലാണ്. അതുപോലെ തന്നെ ഓരോ ബോണ്ട് വഴിയാണ് അവർ തമ്മിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പല ഫുഡിലും നമുക്കറിയാം നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് മേജറായിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഈ മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത് വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്താണ് ഒരുപാട് തരം ഫുഡിനകത്ത് ഒരുപാട് തരം എന്താണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന വാട്ടർ കണ്ടന്റ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം വാട്ടർ മെലൺ ഞാൻ പറഞ്ഞുതരാം. വാട്ടർ മെലൺ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ വാട്ടർ മെലണിനകത്ത് എത്രത്തോളം വാട്ടർ കണ്ടന്റ് ഉണ്ടെന്ന് വെച്ചാൽ 91% നമ്മുടെ വാട്ടർ മെലണിനകത്ത് എന്താണ് വാട്ടറാണ്. 91% എന്താണ് വാട്ടറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ഓറഞ്ചൊക്കെ ഇല്ലേ, ഓറഞ്ച് അതുപോലുള്ള ഫ്രൂട്ട്സിനകത്ത് 86, ഓറഞ്ച് ആപ്പിളിലൊക്കെ 86, 85% ഒക്കെയാണ് വാട്ടർ വരിക. പിന്നെ ഗ്രേപ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 81, ഗ്രേപ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 81% വരും. പിന്നെ നമ്മുടെ ഏതാണ് നമ്മുടെ കുക്കുംബറിനകത്താണ് വാട്ടർ മെലണിനേക്കാളും കൂടുതൽ വരുന്നുള്ളത്. 95% എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന വാട്ടറാണ്. പിന്നെ പൊട്ടറ്റോസ് എടുക്കുകയാണെങ്കിൽ 72% വാട്ടറാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, വാട്ടർ മെലൺ എടുക്കുക 91% വാട്ടറാണ്, ഓറഞ്ച് 86, 85 ആണ്, ഗ്രേപ്സ് 81 ആണ്, കുക്കുംബർ 95 ആണ്, പൊട്ടറ്റോസ് 72% ആണ്. ഇതിപ്പോൾ നമ്മൾ ഇത്തിരി പറഞ്ഞു. ഇനി നമ്മൾ മീറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ എടുക്കാം. മീറ്റല്ല, ചിക്കൻ എടുക്കുകയാണെങ്കിൽ 68% ആണ്. ചിക്കനകത്ത് എത്രയാണ്? 68% ആണ്. ഇനി ബീഫ് എടുക്കുകയാണെങ്കിൽ 73% ആണ്. ഫിഷ് ആണെങ്കിൽ 79% ആണ്. എഗ് ആണെങ്കിൽ 75% ആണ്. അപ്പോൾ എത്രയാണ് പറഞ്ഞത്? ചിക്കൻ 68, ബീഫ് 73, ചിക്കൻ 68, ബീഫ് 73, അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് 79, എഗ്ഗ് 75% വാട്ടറാണ് വരുന്നുള്ളത്. പിന്നെ നമ്മുടെ നട്ട്സിലൊക്കെ മാക്സിമം പോയ 5%, അതായത് ഒരു 4.6, 1.8 ഒക്കെയാണ് നട്ട്സിൻ്റെ കേസിൽ നമ്മൾ വരുന്നുള്ളത്. പിന്നെ ഹണിയിൽ 17% വാട്ടറാണ്. ഹണീനകത്ത് 17% വാട്ടറാണ് വരുന്നുള്ളത്. പിന്നെ നമ്മുടെ മിൽക്കിനകത്ത് 89% വാട്ടറാണ് കേട്ടോ. പിന്നെ നമ്മുടെ നമ്മുടെ സെറിയൽസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കോൺഫ്ലേക്സ്, വീറ്റ്, അതിലൊക്കെ ഒരു 10 to 15% ആണ് വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലാണ് ഉള്ളത്. പിന്നെ നമ്മുടെ മീറ്റ്, ചിക്കൻ ആയാലും അങ്ങനെയുള്ള പല ഫ്രൂട്ട്സിൽ. അപ്പോൾ മനസ്സിലായല്ലോ, നട്ട്സിലൊക്കെ ആണെങ്കിൽ ബിലോ 5 ഒക്കെയാണ് വരിക. അപ്പോൾ ഓരോ ഫുഡിനകത്തും ഈ പറഞ്ഞിരിക്കുന്ന മോയ്സ്ചർ കണ്ടൻറ്റ് വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ഇത്രേ പാടുള്ള ഒരു ഫുഡിനകത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു റേഞ്ച് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫുഡ്, അത് വാരി ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നാണ് നമ്മളിവിടെ പറഞ്ഞ് വന്നിരിക്കുന്നത്. പിന്നെ ഈ മോയ്സ്ചർ കണ്ടൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന് നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡും പിന്നെ ഒന്ന് ഇൻഡയറക്റ്റ് മെത്തേഡെന്നും പറയും. എന്താണ് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും? എന്താണ് മോയ്സ്ചർ കണ്ടൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റ് മെത്തേഡുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡുണ്ട്. ഈ ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടറിനെ റിമൂവ് ചെയ്യും. എന്താണ് വാട്ടർ റിമൂവലാണ് ഇവിടെ നടക്കുന്നുള്ളത്. ഡയറക്റ്റ്ലി നമ്മൾ വാട്ടറിനെ റിമൂവ് ചെയ്യും. എങ്ങനെ? നമുക്ക് ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ വാട്ടറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളതിനെയാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയാം. എന്നിട്ട് അതായത് ഈ വാട്ടറിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് നോക്കുന്നതാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയും. പിന്നെ ഇവിടെ നമ്മൾ വോളിയോമെട്രി അതുപോലെ തന്നെ ടൈട്രേഷനൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാറുണ്ട്. ഇനി ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ല, നമ്മുടെ വാട്ടർ സോളിഡിലും ലിക്വിഡിലും ഗ്യാഷ്യസ് ഫോമിലും ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഡെൻസിറ്റി, ഇതുപോലുള്ള പലതരം പ്രോപ്പർട്ടീസ് എന്തിനുണ്ട്? നമ്മുടെ വാട്ടറിനുണ്ട്. കപ്പാസിറ്റൻസ്, അങ്ങനെ പലതരം പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഇൻഡയറക്റ്റ്. ഡയറക്റ്റായിട്ട് നമ്മൾ വാട്ടർ റിമൂവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്
എന്താണ് ഡയറക്റ്റ് മെത്തേഡിനകത്ത് വരും. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടീസ് വഴി നമ്മളെത്തുമ്പോൾ അതെന്തായിട്ട് മാറുന്നു, ഇൻഡയറക്റ്റ് മെത്തേഡായിട്ട് മാറുന്നു. അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡിനകത്ത് ഒന്ന് വരുന്നതാണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് എന്ന് പറയുന്നത്? ഡ്രൈ ചെയ്തിട്ട് ആ വാട്ടർ നമ്മൾ എടുക്കുകയാണ്, ഡയറക്റ്റായിട്ട് നമ്മൾ റിമൂവ് ചെയ്യാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയും, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയും. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പിളിനെ ഓവൻ ഡ്രൈയിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാമ്പിൾ എടുക്കുന്നു, എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ വാട്ടറൊക്കെ വാപ്പറൈസ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മൾ കണ്ടുപിടിക്കും. എന്താണ്, സാമ്പിൾ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാവും. ആ വെയിറ്റ് ലോസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഓവൻ ഡ്രൈയിങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഓവൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് ഓവൻ്റെ കണ്ടീഷൻ, ഏത് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്, എത്ര ടെമ്പറേച്ചറാണ് നമ്മൾ നോക്കുന്നുള്ളത്, എത്ര ടൈം എടുക്കുന്നു, എത്ര ടെമ്പറേച്ചർ എടുക്കുന്നു, ഏത് ടൈപ്പാണ്, അങ്ങനെയുള്ള പല കണ്ടീഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഇത് ഈ പറഞ്ഞിരിക്കുന്ന മോയ്സ്ചർ ഡിറ്റർമിനേഷനിലും ചെറിയ വ്യത്യാസം വരാറുണ്ട്. ചില സമയത്ത് 1 hour മതി, ചില സമയത്ത് 24 hours ഒക്കെ ഇത് വേണ്ടി വരാറുണ്ട്. ഓക്കെ. പിന്നെ ചില സമയത്ത് നമ്മൾ ഈ ഓവൻ ഡ്രൈ യൂസ് ചെയ്യുമ്പോൾ 2 stage ആയിട്ട് നമ്മൾ ചെയ്യും. 2 stage പ്രോസസ്സായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഡ്രൈയിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ചില സമയത്ത് ലിക്വിഡ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, ആ ലിക്വിഡിനൊക്കെ നമ്മളൊന്ന് പ്രീ ഡ്രൈ ചെയ്തതിന് ശേഷമായിരിക്കും ഓവനിൽ വെക്കുക. പ്രീ ഡ്രൈയിങ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഓവനകത്ത് വെക്കാറുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, ഓവൻ ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്തെന്ന് പറയുമ്പോൾ ചില സമയത്ത് 1 hour തൊട്ട് ചില സമയത്ത് 24 hours ഒക്കെ വരാറുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. മോയ്സ്ചർ കണ്ടൻറ്റ് അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഓവൻ ഡ്രൈയിങ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് വെയിറ്റ് ലോസിലൂടെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ ഈസ് ഈക്വൽ ടു, നമ്മളിനി വെറ്റ് സാമ്പിളാണ് എടുക്കുന്നതെങ്കിൽ വെയിറ്റ് ഓഫ് വെറ്റ് സാമ്പിൾ മൈനസ് വെയിറ്റ് ഓഫ് ഡ്രൈ സാമ്പിൾ. എന്താണ് നമ്മളിവിടെ പറഞ്ഞത്, വെറ്റായിട്ടുള്ള ഒരു സാമ്പിൾ എടുക്കും, നമ്മളതിനെ ഡ്രൈ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ വെറ്റ് സാമ്പിൾ ആയിരിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് മൈനസ് വെയിറ്റ് ഓഫ് ഡ്രൈ സാമ്പിൾ എടുക്കും, ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് വെറ്റ് സാമ്പിൾ ഇൻറ്റു 100. ഓക്കെ. അതാണ് ഇതിനകത്ത് പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ ടോട്ടൽ സോളിഡ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 100 മൈനസ് എത്ര പെർസെൻറ്റേജ് മോയ്സ്ചർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ സോളിഡ്സ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഓവൻ ഡ്രൈയിങ്. ഇതൊരു ടൈപ്പ് ഓഫ് ഡ്രൈയിങ് ആണ്, അതായത് ഒരു ടൈപ്പ് ഓഫ് ഡയറക്റ്റ് മെത്തേഡാണ്. എന്തിന്, മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഓവൻ ഡ്രൈയിങ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ഏത് ടൈപ്പാണെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ഡിഫറൻസ് വരും കേട്ടോ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് ഓവൻ. ഇതാണ് ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് ഓവനാണ് അടുത്തതായിട്ട് വരുന്നുള്ളത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രീ ഡ്രൈഡ് ആയിട്ടുള്ള ഒരു പാൻ എടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ കവർ ചെയ്യും. എന്നിട്ട് ഓവനിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുന്നുള്ളത്. നമ്മുടെ സാമ്പിൾ നമ്മൾ പ്രീ ഡ്രൈഡ് ആയിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് അതിൽ കവർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓവനകത്ത് വെക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴും നമുക്ക് 1 hour to 24 hours വരാറുണ്ട്. 1 hour to 24 hours ഇവിടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ എന്ന് പറയുമ്പോൾ ഇത് വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് ഓവൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ സോളിഡ് കണ്ടൻറ്റ് ഓഫ് ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിനകത്തുള്ള സോളിഡ് കണ്ടൻറ്റാണ് നമ്മളിവിടെ നോക്കുന്നുള്ളത്. അതായത് നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമല്ലോ, നമ്മുടെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെ എന്ത് ബാക്കിയാവും, സോളിഡ്സ് ബാക്കിയാവും. അതാണ് നമ്മൾ ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ മെത്തേഡ് ഫോഴ്സ്ഡ് ഓവൻ ആകുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ.
ഇവർ വാക്യൂം ഓവനിലാണ് കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ഫുഡ് നമ്മൾ ചെയ്യാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് ഒരിക്കലും ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് ഓവനിൽ വെക്കാൻ പാടില്ല. ഇവർ നമ്മൾ എന്തിൽ ചെയ്യണം? വാക്യൂം ഓവനകത്ത് ചെയ്യണം. ഏതാണ്? വാക്യൂം ഓവനകത്താണ് ചെയ്യുക. ഈ വാക്യൂം ഓവൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പ്രഷർ കുറയ്ക്കും. പ്രഷറിൽ വെച്ചിട്ട് ഇതിനെ നമ്മൾ ഡ്രൈ ചെയ്യും. അതാണ് വാക്യൂം ഓവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈ ഡ്രൈയിങ് അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുമ്പോൾ ഒരു 250 to 100 mmHg 250 to 100 mmHgയിൽ വെച്ചിട്ട് നമ്മളിതിനെ ഡ്രൈ ചെയ്യുകയാണ് എന്തെന്ന് വാക്യൂം ഓവനകത്ത് നടക്കുന്നത്. ഇവിടെ ഇവാപ്രേഷൻ ഫാസ്റ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഓവനിൽ വെക്കുന്നതിനേക്കാളും ഇവിടെ ഇവാപ്രേഷൻ ഫാസ്റ്റർ ആയിരിക്കും. ഒരു 3 to 6 hours നമുക്ക് കാര്യം നടന്നു കിട്ടും. നമ്മൾ ഓവനകത്ത് വെക്കുമ്പോൾ നമ്മൾ എത്രയാണ് പറഞ്ഞത്? 1 hour to 24 hours പറഞ്ഞത്. ഇവിടെ 3 to 6 hours നമുക്ക് കാര്യം നടന്നു കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ നമ്മൾ ഓവനകത്ത് റെഡ്യൂസ്ഡ് പ്രഷറിനകത്ത് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇനിയും നമുക്ക് എന്തുണ്ട്? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് ഡ്രൈയിങ് അല്ല, ഇൻഡയറക്റ്റിനകത്ത് കുറച്ചുകൂടി ആൾക്കാരെ നോക്കാനുണ്ട്. വാക്യൂം ഓവൻ. നെക്സ്റ്റ് ആണ് മൈക്രോവേവ് അനലൈസർ എന്ന് പറയും. എന്താണ്? മൈക്രോവേവ് അനലൈസർ എന്ന് പറയും. ഇവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ സാമ്പിൾ എപ്പോഴും യൂണിഫോം ആയിരിക്കണം. അതായത് അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. സാമ്പിൾ നമ്മൾ ഈ ഓവനകത്ത് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ യൂണിഫോംലി നമ്മൾ വെച്ചിരിക്കണം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? മൈക്രോവേവ് അനലൈസർ. അപ്പോൾ പലതരത്തിലുള്ള അനലൈസറിനെയാണ് നമ്മൾ ഡ്രൈയിങ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ മൈക്രോവേവ് അനലൈസറിൻ്റെ കേസിനകത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഇവിടെ നമുക്ക് കിട്ടും അല്ലേ. മുന്നത്തെ കേസിലൊക്കെ നമുക്ക് പല അവേഴ്സ് എടുക്കുന്നുണ്ടായിരുന്നു. 3 to 6 hours, അതുപോലെ തന്നെ 24 hours ഒക്കെ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? പ്രിസൈസ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അവേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് എന്ത് കിട്ടും? ഇതിനകത്ത് നമുക്ക് ട്രൈ ചെയ്ത് കിട്ടും. പക്ഷെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? സാമ്പിൾ എപ്പോഴും യൂണിഫോം ആയിരിക്കണം. പിന്നെ എന്താണ്? സെൻട്രലി ലൊക്കേറ്റഡ് ആയിരിക്കണം. സെൻട്രലിലാണ് നമ്മളതിനെ പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ടൈം ഞാൻ പറഞ്ഞല്ലോ, അവേഴ്സ് പറഞ്ഞല്ലോ. ഇവിടെ 4 to 8 minute ആണ് ഇതിനകത്ത് വരുന്നുള്ളത്. നമ്മുടെ മൈക്രോവേവ് അനലൈസറിൻ്റെ കേസിൽ വരുന്നുണ്ടത്. ഓക്കെ. അപ്പോൾ വാക്യൂം ഓവനേക്കാളൊക്കെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരാളാണ് മൈക്രോവേവ് അനലൈസർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻഫ്രാറെഡ് ഡ്രൈയിങ് എന്ന് പറയും. എന്താണ്? ഇൻഫ്രാറെഡ് ഡ്രൈയിങ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. എന്താണ്? നമ്മളിവിടെ ഇൻഫ്രാറെഡ് ലൈറ്റ് അപ്ലൈ ചെയ്യും. അങ്ങനെ ഇൻഫ്രാറെഡ് ഹീറ്റ് നമ്മളതിന് അപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സാമ്പിൾ ഡ്രൈഡ് ആയിട്ട് മാറും. എന്താണ്? ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ചെയ്യുന്നു. ഒരു 10 to 25 minute എടുക്കും. ഏറ്റവും കുറവ് ടൈം എടുക്കുന്നത് നമ്മുടെ മൈക്രോവേവിനകത്താണ്. പിന്നെ ഇൻഫ്രാറെഡിനകത്ത് ഒരു 10 to 25 മിനിറ്റ് എടുക്കും. അതാണ് ഇതിൻ്റെ കേസിൽ നമ്മൾ ഇൻഫ്രാറെഡ്. ഇവിടെ ഇൻഫ്രാറെഡ് ലാമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 2000 to 2500 കെൽവിനിലായിരിക്കും ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻഫ്രാറെഡിൻ്റെ ടെമ്പറേച്ചർ എന്ന് ലൈറ്റിൻ്റെ ടെമ്പറേച്ചർ ഹീറ്റാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 2000 to 2500 കെൽവിൻ ആയിരിക്കും. പിന്നെ നമ്മളെപ്പോഴും ആ സാമ്പിളിൻ്റെ തിക്നെസ് ശ്രദ്ധിക്കണം. ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല തിക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡ്രൈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ തിക്നെസ് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻഫ്രാറെഡ് സോഴ്സ് ഇവിടെ വെക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പിൾ തമ്മിൽ ഡിസ്റ്റൻസ് വളരെ അധികമാവാനും പാടില്ല, വളരെ കുറയാനും പാടില്ല. ആ ഡിസ്റ്റൻസും നമ്മുടെ സാമ്പിളിൻ്റെ തിക്നെസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കേസിൽ കേട്ടോ. പിന്നെയാണ് തെർമോ ഗ്യാവിമെട്രിക് അനലൈസർ. അപ്പോൾ ഇൻഫ്രാറെഡ് ഡ്രൈയിങ് മനസ്സിലായാലും അടുത്താണ് തെർമോ ഗ്യാവിമെട്രിക് അനലൈസർ. എന്താ പറഞ്ഞത്? തെർമോ ഗ്യാവിമെട്രിക് അനലൈസർ. ഇവിടെ എന്ന് പറയുമ്പോൾ തെർമോ ഗ്യാവിമെട്രിക് അനലൈസർ കേട്ടോ. ഇതിന് നമുക്ക് എന്ത് പറയാം? TGA എന്ന് പറയാം. തെർമോ ഗ്യാവിമെട്രിക് അനലൈസർ എന്നുകൂടി പറയാൻ പറ്റും. ഇവിടെ നമ്മുടെ ഇതിൻ്റെ മാസ്സാണ് അനലൈസ് ചെയ്യുന്നുള്ളത്. എന്താ അനലൈസ് ചെയ്യുന്നത്? മാസ്സാണ് അനലൈസ് ചെയ്യുന്നത്. എങ്ങനെ? ഒരു ഇൻസ്ട്രുമെൻറ്റിനകത്ത്, അതായത് നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മുടെ കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ, വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഉള്ള മാസ്സാണ് നമ്മളിവിടെ കണ്ടിന്യൂസ്ലി അനലൈസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ സാമ്പിൾ അതിനകത്ത് ലോഡ് ചെയ്യും, എന്നിട്ട് അതിനിങ്ങനെ ഹീറ്റ് ചെയ്യും.
എന്നിട്ട് നമ്മൾ അവിടെ ഉണ്ടാകുന്നുള്ള മാസ് ഡിഫറൻസ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നുള്ളത്. അതാണ് ഇത് തെർമോ ഗ്യാവിമെട്രിക് അനലൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇത് ഡയറക്റ്റ് മെത്തേഡിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി ഇൻഡയറക്റ്റിലോട്ട് വരികയാണ്. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്, വാട്ടർ റിമൂവലൊന്നും ചെയ്യുന്നില്ല, പകരം നമ്മുടെ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് അത് വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഡിസ്റ്റിലേഷൻ, അതുപോലെ തന്നെ കെമിക്കൽ മെത്തേഡാണ്. മറ്റൊരു കെമിക്കൽ മെത്തേഡാണ് കാൾ ഫിഷർ ടൈട്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് കാൾ ഫിഷർ ടൈട്രേഷൻ എന്ന് പറയുന്നതും ഡിസ്റ്റിലേഷനും. അതും ഏതിൻ്റെ കേസിൽ വരുന്നതാണ്, ഈ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ്. ഇവിടെ ഈ കാൾ ഫിഷർ ടൈട്രേഷൻ്റെ കേസിൽ നമ്മൾ എന്ത് ഓർക്കണം, SO2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മളിവിടെ ഓർക്കണം. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ SO2 അയഡിനെ പോയിട്ട് റിഡ്യൂസ് ചെയ്യും. വാട്ടറിൻ്റെ പ്രസൻസിൽ നമ്മുടെ SO2 പോയിട്ട് അയഡിനെ റിഡ്യൂസ് ചെയ്യും. അതാണ് ഇവിടെ മെഷർ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ മെത്തഡാണ് കാൾ ഫിഷർ ടൈട്രേഷൻ എന്ന് പറയുന്നത്. അത്രയും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് നമ്മുടെ ഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഫിസിക്കൽ മെത്തേഡ്സിനകത്ത് എന്ത് വരുന്നില്ല, ഡയറക്റ്റ് വരുന്നില്ല. അതൊക്കെ എന്തായിരിക്കും, ഇൻഡയറക്റ്റ് ആയിരിക്കും. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് ഡൈ ഇലക്ട്രിക് മെത്തേഡ്. എന്താണ് ഡ്രൈ ഇലക്ട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഡ്രൈ ഇലക്ട്രിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെന്ത് മനസ്സിലാവാം, നമ്മുടെ വാട്ടറിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ ഏത് യൂസ് ചെയ്യുന്നുള്ളത്, ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ വെച്ചിട്ടാണ് ഡൈ ഇലക്ട്രിക് മെത്തേഡിനകത്ത് നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് എന്താണ് കണ്ടുപിടിക്കുന്നുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ ഒറ്റൊരു കാര്യം ഇവിടെ ഓർക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡിനകത്ത് 30 to 35% അത്രയും വാട്ടർ കണ്ടൻറ്റ് ഉള്ളതിന് മാത്രമേ നമുക്ക് ഡൈ ഇലക്ട്രിക് കറൻറ്റിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ സെറിയൽ ഗ്രെയിൻസ് ഒക്കെ ഇല്ലേ, നമ്മുടെ അരി, ഗോതമ്പ്, അതിനകത്തൊക്കെ വാട്ടർ കണ്ടൻറ്റ് കുറവല്ലേ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നോക്കാൻ പറ്റുക. കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെ നോക്കാൻ പറ്റില്ല. അതാണ് ഒരു പ്രശ്നം ഇതിൻ്റെ കേസിൽ, ഡൈ ഇലക്ട്രിക്കിൻ്റെ കേസിൽ. പിന്നെ ഒരു ഹൈഡ്രോമെട്രി ഉണ്ട്. എന്തുണ്ട്, ഹൈഡ്രോമെട്രി എന്ന് പറയുന്നത്. ഇത് സ്പെസിഫിക് ഗ്രാവിറ്റീൻ്റെ ബേസിസിലാണ് മെഷർ ചെയ്യുന്നത്. എന്താണ്, ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്തിൻ്റെ ബേസിസിലാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ചിട്ടാണ് ഹൈഡ്രോമെട്രിനകത്ത് നമ്മൾ വാട്ടർ കണ്ടുപിടിക്കുന്നത്. പിന്നെ അടുത്തതാണ് റിഫ്രാക്ടോമെട്രി. ഇതൊക്കെ ഇൻഡയറക്റ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രോപ്പർട്ടി വെച്ചിട്ട് വന്ന. അടുത്തതാണ് റിഫ്രാക്ടോമെട്രി എന്ന് പറയുന്നത്. ഇതും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ തന്നെയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിക്വിഡ് ഷുഗർ പ്രൊഡക്ട്സ് ഉണ്ടാവും, അതായത് നമ്മുടെ മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ നമ്മൾ ഷുഗർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്നത് ഈ റിഫ്രാക്ടോമെട്രി വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഇല്ലേ, അതും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ്. അത് ഇതിൻ്റെ കേസിൽ വരും, ഇൻഡയറക്റ്റിൻ്റെ കേസിൽ വരുന്നതാണ് ഇൻഫ്രാറെഡ് ഇത് എന്ന് പറയുന്നത്, സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫുഡ് അനാലിസിസിൽ മോയ്സ്ചറിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആഷ് കണ്ടൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. സോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സോ താങ്ക് യു.